സുഹൃത്തുക്കളെ, ഈ പ്രസംഗിക്കുന്ന ഞാൻ കാലകാലം പ്രസംഗിക്കൂല. ഞാനൊരു ദിവസം സ്റ്റേജിൽ നിന്നിറങ്ങും, എന്റെ പ്രസംഗം കഴിയും, ഞാൻ കാറിൽ നിന്നിറങ്ങും, എന്റെ വീട്ടിൽ നിന്നിറങ്ങും. ഞാൻ നിർമ്മിച്ചു വെച്ച വീട്ടിൽ മരണം വരെ ജീവിക്കാൻ എനിക്ക് ഒരുപക്ഷെ കഴിഞ്ഞാലും മരണത്തോടുകൂടെ ഞാൻ ഇറങ്ങിപ്പോകണം. എന്റെ വാഹനം മാറ്റണം, ഞാൻ മയ്യത്ത് കട്ടിലിൽ കയറണം, എന്റെ വസ്ത്രങ്ങൾ അഴിച്ചു വെച്ച് പോകും, എന്റെ മോതിരം ഊരിപ്പോകും, എന്റെ വാച്ച് അഴിച്ചു വെച്ച് പോകും, എന്റെ സ്ത്രീകളെ നമ്മുടെ സ്വർണങ്ങളെല്ലാം ഊരിപ്പോകും, അലിക്കത്ത് മുറിച്ചു പോകും, അല്ല വസ്ത്രങ്ങളെല്ലാം ഊരിപ്പോകും. അതേ, നമ്മെ ഒരു വെള്ളപ്പുതപ്പും പുതപ്പിച്ച് കിടക്കുന്നൊരു സമയം വരും. ഈ പാവപ്പെട്ട എന്റെ ജീവിതത്തിൽ ഇനി എത്ര വർഷമുണ്ട്, എത്ര മാസമുണ്ട്, എത്ര ദിവസമുണ്ട്? അല്ല, ദിവസമുണ്ടോ മണിക്കൂർ മാത്രമാണോ? എനിക്കറിയില്ല, നമുക്കാർക്കും അറിയില്ല. ആ ദിവസം വരുന്നതിന് മുമ്പ് നാളേക്ക് നന്നായി തയ്യാറ് ചെയ്തു വെക്കുന്നവൻ അവനാണ് ഭാഗ്യമുള്ളവൻ കേട്ടോ. വമാ തുഖദ്ദിമൂ ലിഅൻഫുസികും മിൻ ഖൈരിൻ തജിദൂഹു ഇൻദല്ലാഹ്. അല്ലാഹുവിന്റെ അടുക്കലേക്ക് മുന്തിച്ചു വെക്കുന്നവൻ അവനാണ് ഭാഗ്യമുള്ളവർ കേട്ടോ. അതുകൊണ്ട് നന്നായി ഇബാദത്ത് ചെയ്യുകയും അല്ലാഹു ഹറാമാക്കിയ മദ്യവും ലഹരിയുമായി ബന്ധപ്പെടാതെ, പലിശയുമായി ബന്ധപ്പെടാതെ, ഒരിക്കലും കുടുംബബന്ധം മുറിക്കാതെ, ഒരിക്കലും അയൽവാസിയുമായി പിണങ്ങാതെ, ഒരിക്കലും പ്രായമുള്ളവരെ അവഗണിക്കാതെ, ഒരിക്കലും കുട്ടികളോട് ക്രൂരത കാണിക്കാതെ, ഒരിക്കലും ഭാര്യമാരെ പീഡിപ്പിക്കാതെ, ആക്രമിക്കാതെ, ചീത്ത വിളിക്കാതെ, ഒരിക്കലും ഭർത്താവിനെ വഞ്ചിക്കാതെ, ഒരിക്കലും ഹറാമുകളിലേക്ക് വഴുതിപ്പോകാതെ, അതാ ശരിയായ തഖ്വയിലായി ജീവിച്ച് മരിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്ത്, അതിനൊരു ഭാഗ്യം ഈ പാവപ്പെട്ട എനിക്ക് കിട്ടാൻ വേണ്ടി എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് ദുആ ചെയ്യണം, കാരണവന്മാര് ദുആ ചെയ്യണം, മുഅ്മിനീകൾ, മുതഅല്ലിമീകൾ, സയ്യിദന്മാര്, അലിമീകൾ എല്ലാവരും ആ ഒരു ഭാഗ്യത്തിന് വേണ്ടി ദുആ ചെയ്യണമെന്ന് വസിയ്യത്ത് ചെയ്ത് അർഹമുർ റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ റഹ്മാനേ, ഞങ്ങളെ മജ്ലിസിനെ ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി ഞങ്ങളിൽ നിന്ന് ഖബൂൽ ചെയ്യണേ അല്ലാഹ്.